നിരണം മുൻ ഭദ്രാസനാധിപനായ ഗീവർഗീസ് മാർ കൂർലോസ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചൊരു മറുപടി പറഞ്ഞു. അപ്പം പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ഇതാണ്: വിവരദോഷികളായ ആൾക്കാർ പുരോഹിതന്മാരിലുമുണ്ടെന്ന്. മുമ്പ് നികൃഷ്ട ജീവിയെന്നും പുരോഹിതന്മാരെ വിളിച്ചിരുന്നു. ഇപ്പോൾ ഈ ക്രിസ്തീയ സഭകളുടെ ഒരു ഐക്യം ഉണ്ട്, അതായത് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് അവർ പ്രതികരണവുമായി എത്തി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ വിമർശിക്കുകയാണ്. അതായത് ഈ വിവരദോഷി എന്നും അതുപോലെ തന്നെ നേരത്തെയുള്ള വിമർശനമൊക്കെ നടത്തിയ ആളുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ല എന്ന്. അപ്പോൾ പിണറായി വിജയൻ ഒറ്റപ്പെടുകയാണോ? അല്ല, പിണറായി വിജയൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ല എന്നുള്ളത് ഒറ്റപ്പെട്ടൊരു അഭിപ്രായ പ്രകടനമല്ല. അത് കേരളത്തിൽ മൊത്തമായിട്ട് ഉയർന്നു വരുന്ന ഒരു അഭിപ്രായ പ്രകടനമാണ്. അത് CPM-നകത്ത് നിന്നാണ് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഉയർന്നു വരുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഇത്ര മോശമായിട്ടുള്ള രീതിയിൽ CPM-ഉം ഇടതുപക്ഷവും പരാജയപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, പല കാരണങ്ങളുണ്ടാകും. അതിലൊരു കാരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളും മുഖ്യമന്ത്രിയുടെ ജനവിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളുമാണ് എന്ന് വിശ്വസിക്കുന്നവർ വളരെ കൂടുതലാണ്. അദ്ദേഹത്തിൻ്റെ ഘോഷയാത്രകൾ, എഴുന്നള്ളത്തുകൾ, അതെല്ലാം തന്നെ വലിയ വാഹനങ്ങളുടെ അകമ്പടിയോടിയാണ് എന്ന് നമ്മൾ കാണുകയും എല്ലാവരും അതിന് വിമർശിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം സഞ്ചരിക്കുന്ന സമയത്ത് വഴിയിൽ ഒരു സ്ഥലത്തും കറുത്ത കൊടി കാണാൻ പാടില്ല എന്നുള്ളതും ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഉയർന്നിരുന്നു. ഏതോ ഒരു സഖാവിൻ്റെ വീട്ടിൽ, ആ സഖാവിൻ്റെ വീട്ടിൽ മരണം സംഭവിച്ചത് സൂചിപ്പിക്കാനായിട്ട് പുറത്തു വെച്ചിരുന്ന കൊടി പോലും പോലീസ് എടുത്തുകൊണ്ട് വന്ന വാർത്ത വലിയ തരത്തിൽ കേരളത്തിൽ വിവാദമായി ചർച്ച ചെയ്താണ്. പക്ഷേ ഇത്തരത്തിൽ എന്ത് ചർച്ചകൾ നടന്നാലും അത് കേട്ടതായി ഭാവിക്കുകയോ അതിന് മറുപടി പറയുകയോ ചെയ്യുന്ന സമീപനം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനാണ്. പക്ഷേ അത് ഏറ്റെടുക്കാനായിട്ട് അദ്ദേഹം തയ്യാറല്ല. എന്തുകൊണ്ട് CPM തോറ്റു എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഉത്തരം പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയോട് കേരളത്തിലെ ജനങ്ങൾക്കുള്ളതായിട്ടുള്ള വെറുപ്പാണ്. അദ്ദേഹം തന്നെ, അത് നേരത്തെ എനിക്ക് തോന്നുന്നു അദ്ദേഹമല്ലേ VS അച്യുതാനന്ദൻ ഉപയോഗിച്ചൊരു വാക്കുണ്ടായിരുന്നു, വെറുക്കപ്പെട്ടത്. അത് ഫാരിസ് അബൂബക്കർ എന്ന് പറയുന്നതായിട്ടുള്ള വ്യവസായിയെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു പ്രയോഗം വന്നിരുന്നത്. ആ പ്രയോഗത്തെപ്പോലും സമൂഹം അങ്ങനെ സ്വീകരിക്കുന്നില്ല. കാരണം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കാനും അത് കൊണ്ടാടാനും ഒന്നും യാതൊരു താല്പര്യമുള്ളതല്ല കേരളീയ സമൂഹം. പിണറായി വിജയൻ്റെ പരനാറി, കടക്കുപുറത്ത്, നികൃഷ്ടജീവി, ഇപ്പോൾ വിവരദോഷി, ഇതൊക്കെ അത്ര മോശമായിട്ടുള്ള പദങ്ങളായിട്ട് വരുന്നത് അതിൻ്റെ സാഹചര്യങ്ങളിലും ഉപയോഗിക്കുന്ന വ്യക്തികളുടെയും ഒക്കെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ആർക്കെതിരെ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ കൗൺസിൽ ഇങ്ങനെ എതിരഭിപ്രായം പ്രധാനപ്പെട്ട കാരണം ബിഷപ്പുമാരെ എപ്പോഴും ഇങ്ങനെ ആക്ഷേപിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. പല ബിഷപ്പുമാരും BJPക്ക് വോട്ടൊക്കെ നേടുന്നതിന് വേണ്ടിയിട്ട് വീടുകളിലൊക്കെ പോവുകയോ സംസാരിക്കുകയോ ചെയ്താൽ അതിലൊന്നും ഇദ്ദേഹം അസ്വസ്ഥനായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ വിമർശിക്കുകയും ഇടതുപക്ഷത്തിനൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന ഒരു ബിഷപ്പാണ് കൂർലോസ് തിരുമേനി. അപ്പോൾ അദ്ദേഹം പല ഘട്ടങ്ങളിലും CPM-നെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ CPM-ൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും അതല്ല ശരി, അതല്ല ഇടതുപക്ഷം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ പറയുന്ന ഒരാൾ ഇപ്പോഴും ആ അഭിപ്രായ പ്രകടനം നടത്തിയ സമയത്ത് ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഭരണവുമാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൂർലോസ് തിരുമേനി ഉപയോഗിച്ച വാക്കുകളാണ് അദ്ദേഹത്തിന് അസഹനീയമായി തീർന്നതും അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി മാറ്റിയതും എന്നാണ് ഞാൻ മനസ്സിലാക്കി. കാരണം അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവ്, അല്ലെങ്കിൽ രണ്ടാം ഊഴം, രണ്ടാം പിണറായി സർക്കാർ എന്ന് പറയുന്നത് ഒരു ആകസ്മികതയിലൂടെ ഉണ്ടായതാണ് എന്ന സൂചന അതിനകത്ത് വളരെ വ്യക്തമായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ടല്ല ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ നമുക്ക് വലിയൊരു പ്രളയമുണ്ടായി, നമുക്ക് വലിയൊരു മഹാമാരി ഉണ്ടായി, COVID-19 എന്ന് പറയുന്ന സാധനം. ഇത് രണ്ടും വന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ശക്തനായിട്ടുള്ളൊരു ഭരണാധികാരിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും അങ്ങനെ ആ ആകസ്മികതയിൽ എന്നുവെച്ചാൽ വെറുതെ തട്ടി വീണ ഭാഗ്യം, അതിൻ്റെ പുറത്ത് കടന്നു വന്ന ഒരാളാണ് പിണറായി എന്ന് പറയുകയും ഇനി അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകില്ല എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. അസ്വസ്ഥതകൾ പ്രധാനപ്പെട്ട കാരണമെന്നാണ്. ഇങ്ങനെ അതിനും അദ്ദേഹം ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ അയാൾ ഒറ്റപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്തത്. ഈ യാക്കോബായ സുറിയാനി സഭ, അതായത് ഈ പറയുന്ന കൂർലോസ് തിരുമേനി ഉൾപ്പെടുന്ന സഭയാണ്. ആ സഭ പറയുന്നത് ഈ കൂർലോസ് തിരുമേനി എന്ന് പറയുന്നത് 58 വയസ്സായപ്പോഴേക്കും തൻ്റെ സ്ഥാനമൊക്കെ ത്യജിച്ചാണ്. അങ്ങനെ ഒരാളും ത്യജിക്കില്ല, വേണമെങ്കിൽ പുള്ളിക്ക് ഇനിയും തുടരാം, 70 വയസ്സ് വരെയൊക്കെ തുടരാം. പക്ഷേ അദ്ദേഹം ഇതെല്ലാം ത്യജിച്ചു എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പൗരൻ, ഒരു സാധാരണ വിശ്വാസി മാത്രമാണ് ഇപ്പോൾ ഈ മുൻ ഭദ്രാസനാധിപനാണ്.
അദ്ദേഹം പറഞ്ഞതിനെ ആ രീതിയിൽ കണക്കാക്കിയാൽ മതി. പകരം പൗരോഹിത്യത്തെ വിമർശിക്കുകയാണ് പിണറായി ചെയ്തത്. അത് ശരിയല്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ പൗരോഹിത്യത്തിനെതിരായ ക്രിസ്തീയ സഭയ്ക്കെതിരായ നിലപാടുകൾ CPM-നെ എങ്ങനെ ബാധിക്കും ഇനി? അല്ല, തെരഞ്ഞെടുപ്പുകളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ഇത്തരം ചർച്ചകൾ നടത്തുന്നതിൽ ഒരു കാര്യമില്ല. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഈ സഭ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, CPM-ന് വോട്ട് ചെയ്യുന്നിരിക്കും. അത് സഭയും CPM എന്ന് പറയുന്നതായിട്ടുള്ള പ്രസ്ഥാനം തമ്മിൽ ഉണ്ടാക്കുന്ന ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. കേരളത്തിൽ മുഴുവൻ നടക്കുന്ന അങ്ങനെയാണ് അല്ലേ. NSS ചിലപ്പോൾ അതിശക്തവും രൂക്ഷമായിട്ടുള്ള വിമർശിക്കും, പക്ഷേ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് എന്ത് ചെയ്യും, സഹായിച്ചെന്നിരിക്കും, ചിലപ്പോൾ എതിർത്ത് നിൽക്കും. SNDP വെള്ളാപ്പള്ളി നടേശൻ പല സമയത്തും ഇതിനെ അനുകൂലിക്കുകയും എതിർക്കുകയൊക്കെ ചെയ്യും. പക്ഷേ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ചില കോൺട്രാക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യും. അപ്പോൾ അത് നമ്മൾ കണക്കാക്കിയിട്ട് കാര്യമില്ല. നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൊതുസമൂഹത്തിൽ ഇങ്ങനെ ആളുകൾ സംസാരിക്കുന്നത്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ പോലെ നമ്മൾ കേരളത്തിലെ എല്ലാ ജനങ്ങളും ബഹുമാനിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ട് ഉയർത്തേണ്ടത്. ഈ എന്താണ് നമ്മളുടെ തിരുമേനി അത് അങ്ങനെ തന്നെ കണക്കാക്കുള്ളൂ. പക്ഷേ തിരുമേനിക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നതായിട്ടുള്ള ഈ കൗൺസിൽ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ്, അവർ പക്ഷേ അത് അങ്ങനെയല്ല കണക്കാക്കുന്നത്. അവർ പക്ഷേ അത് പകരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൗരോഹിത്യ പ്രശ്നമായിട്ട് വളർത്തുകയും വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പറയുന്ന ആളുടെ സ്വഭാവം മാറുന്നില്ല എന്നാണ് പറയുന്നത്. അല്ല, അത് ശരിയാണ്. പിണറായി വിജയൻ്റെ സ്വഭാവത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാവണം, അങ്ങനെ മാറുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മൾ പഴയ കാലത്തെ ആളുകൾ പറഞ്ഞാൽ ചൊട്ടയിൽ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ പിണറായി ഒഴിഞ്ഞു പോയാൽ മാത്രമാണ് ഇത്തരം വാക്കുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും ഒഴിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. പക്ഷേ അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾ പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിരുന്നത് ചെയ്യാൻ പാടില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ പൗരോഹിത്യത്തെ വിമർശിക്കുന്ന എന്താ കുഴപ്പം? പൗരോഹിത്യം ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പൗരോഹിത്യം അംഗീകരിക്കും, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കണം അല്ലേ. പഴയ കാലത്ത് ഇപ്പോൾ നമുക്ക് അറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ബ്രൂണോ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹമാണ് പറഞ്ഞത്, ഈ ഭൂമി എന്ന് പറയുന്നത് സൂര്യനെ ചുറ്റുന്നതായിട്ടുള്ളൊരു ഗ്രഹമാണ്, ഭൂമിയാണ് കേന്ദ്രം എന്ന് സഭ പറഞ്ഞുകൊണ്ടിരുന്നു, പൗരോഹിത്യം പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്ത് ശാസ്ത്ര സത്യം മനസ്സിലാക്കിയിട്ട് ബ്രൂണോ പറഞ്ഞു, ഭൂമി അല്ല പ്രധാനപ്പെട്ടത്, സൂര്യനാണ്, സൂര്യനെ ചുറ്റുന്ന ഒരു ഗ്രഹം മാത്രമാണ് ഭൂമിയെന്ന്. ആ ഒറ്റ സത്യം വിളിച്ചു പറഞ്ഞതിന് പൗരോഹിത്യവും പൗരോഹിത്യ നേതൃത്വം ചെയ്തതെന്നാണ് ബ്രൂണോയെ ഒരു മരത്തിൽ പിടിച്ച് കെട്ടി ജീവനോടെ ചുട്ടുകൊന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിട്ടുള്ള പൗരോഹിത്യ പ്രവർത്തനങ്ങൾ എതിർക്കണം. പക്ഷേ പൗരോഹിത്യം നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ അംഗീകരിക്കണം. ഇവിടെ പറഞ്ഞത് ഈ പറയുന്ന ഈ സർക്കാരിൻ്റെ വീഴ്ചകളാണ്, അത് ചൂണ്ടിക്കാട്ടുകയാണ്. എല്ലാ കാലത്തും ഈ കൂർലോസ് തിരുമേനി എന്ന് പറയുന്നത് സർക്കാരിന് അനുകൂലമായ ഒരു നിലപാടൊക്കെ സ്വീകരിക്കുന്നതാണ്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഒരു വിമർശനം ഉണ്ടായപ്പോൾ ആ വിമർശനത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മനസ്ഥിതി എന്ന് പറയുന്നത് ഒരു CPM നേതാവിന് ചേർന്നതാണോ? അപ്പോൾ അല്ല, CPM-ൻ്റെ പൊതു തത്വം എന്ന് പറയുന്നത് വിമർശനം, സ്വയം വിമർശനം എന്ന് പറയുന്നതായിട്ടുള്ള പ്രവർത്തന രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. വിമർശിക്കുക, അതായത് പാർട്ടിക്കകത്ത് തെറ്റ് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ടി സഖാവിന് പാർട്ടി വിമർശിക്കും. അതോടൊപ്പം തന്നെ പാർട്ടി സഖാവ് എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി സ്വയം വിമർശനം നടത്തും. അങ്ങനെ വിമർശനത്തിലൂടെയും സ്വയം വിമർശനത്തിലൂടെയും തെറ്റ് തിരുത്തി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ശരിയായിട്ടുള്ള ജനകീയ പ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമാകും എന്ന് വിശ്വസിക്കുന്നതായിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അവിടെ കയറിയിരുന്നിട്ടാണ് എനിക്കൊരിക്കലും തെറ്റുപറ്റില്ല, ഞാൻ ചെയ്യുന്നതാണ് മുഴുവൻ ശരി, ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ ദൈവത്തിന് തുല്യനാണ് എന്നൊക്കെ പറയുന്ന മോദിയെപ്പോലെ. മോദി പറഞ്ഞ എങ്ങനെയാണ്, ഞാൻ ദൈവമാണ് എന്നാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞു. പഴയകാലത്ത് ചക്രവർത്തിമാരും അതേപോലെ തന്നെ രാജാക്കന്മാരും പറഞ്ഞിരുന്നതാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് മുഴുവൻ നിങ്ങൾ അനുസരിക്കണമെന്ന് പറഞ്ഞു. അത്തരത്തിൽ തെറ്റാവരമുള്ള ഒരു നേതാവാണ് പിണറായി വിജയൻ എന്ന് സ്വയം വിചാരിക്കുകയും അദ്ദേഹം ചെയ്യുന്നത് മുഴുവൻ ശരിയാണ് എന്ന് കരുതുകയും മറ്റുള്ളവർ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണെന്ന് കരുതുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വർത്തമാനം പറയുകയും ചെയ്യുന്ന രീതിയാണ്. അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നോട്ടെ. പക്ഷേ പൊതുസമൂഹം അതിന് ചുട്ട മറുപടി കൊടുക്കാനും അദ്ദേഹത്തെ തിരുത്താനും തയ്യാറാകേണ്ടത് ആവശ്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും നല്ല സൂചനയാണ്. ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ചെകിട്ട തടികിട്ടിയതിന് സമാനമായിട്ടുള്ള ഒന്നായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വിദ്വേഷകരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് വിമർശകരെ മുഴുവൻ അടിച്ചമർത്തി വിമർശകരെ കൊല്ലുക എന്ന് പറയുന്ന ഒരു രീതിശാസ്ത്രം, അതാണ് ഇതിനകത്ത് നമ്മൾ കണക്കാക്കുന്നത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഒരു ജനാധിപത്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കാരണവശാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഈ സൈബർ സഖാക്കളാണ് എപ്പോഴും ഈ മുഖ്യമന്ത്രിക്കൊക്കെ പിന്തുണ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ സൈബർ സഖാക്കളൊന്നും മിണ്ടുന്നില്ല, അല്ലെ അവർ കുറച്ച് അകന്ന് നിൽക്കുന്നു. പാർട്ടിയുടെ ഈ അന്തം വിശ്വാസികൾ എന്ന് പുറത്ത് പറയപ്പെടുന്ന കുറച്ച് സ്ട്രോങ് അണികളുണ്ട്, അവരും ഈ മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ പറയുന്ന സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടെ ഈ മുഖ്യമന്ത്രിയുടെ ഭരണത്തിൽ കുഴപ്പമുണ്ടെന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭരണവീഴ്ച ഉണ്ടെന്നോ പറയാൻ
ധൈര്യപ്പെടാത്തതിൻ്റെ കാരണം മുഖ്യമന്ത്രിയുടെ അപ്രീതിക്ക് പാത്രമാകുമോ എന്നുള്ള പേടിയാണ്. ഇനി 16-ാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കാനിരിക്കുന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ ഇനി എന്തെങ്കിലും മാറ്റം അല്ലെ മുഖ്യമന്ത്രി ഇത് മനസ്സിലാക്കി കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാകുമെന്ന് കരുതാവോ? അല്ല, അങ്ങനെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ആരെങ്കിലും തയ്യാറാവും എന്ന് നമ്മൾ കരുതുന്നതിൽ അർത്ഥമില്ല. ഒന്നും മനസ്സിലാക്കാൻ തയ്യാറല്ലാത്ത ഒരാളാണ് മുഖ്യമന്ത്രി എന്നുള്ളത്. തിരുത്താൻ ആഗ്രഹിക്കുന്നവരാണ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. ഇദ്ദേഹം തിരുത്താൻ ആഗ്രഹിക്കുന്നില്ല. തൻ്റെ കാലത്തിന് ശേഷം പ്രളയം, അതാണ് അദ്ദേഹത്തിൻ്റെ. അത് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ CPM വേണ്ട, ഇടതുപക്ഷവും വേണ്ട, ഈ ഭരണത്തോടെയെല്ലാം അവസാനിച്ചു കൊള്ളട്ടെ. പണ്ട് ലൂയി 14 എന്ന് പറയുന്ന വലിയ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സെൻറ്റൻസ് ഇതാണ്: ഐ ആം ദ സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞത്. ഞാനാണ് രാഷ്ട്രം. പിണറായി പറയുന്നത് ഞാനാണ് പാർട്ടി, ഞാനാണ് ഭരണം, ഞാനാണ് കേരളം, അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, ഇതൊക്കെ നിങ്ങൾ അംഗീകരിച്ചാൽ മതി എന്നുള്ളതാണ്. അത്തരത്തിൽ ഉള്ള ഒരു അധികാര ധാർഷ്ട്ര്യത്തിന് വിധേയമായി കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിവ് എന്ന് പറയുന്നത് അസാധ്യമാണ്. നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല അങ്ങനെയൊക്കെ. കാരണം നിങ്ങളൊരു മെഗ്ലോമാനിയൊക്കെയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊരു തരം മാനസിക രോഗമാണ്. ആ മാനസിക രോഗം പിടിപെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു തിരുത്തൽ എന്ന് പറയുന്നത് അസാധ്യമാണ്. നമ്മളുടെ ഈ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും അതുപോലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളൊക്കെ എന്ന് പറയുന്നത് അദ്ദേഹത്തിൽ നിന്ന് അപ്പക്കഷ്ണങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവരായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവരും വിമർശിക്കും എന്ന് നമ്മൾ കരുതേണ്ടതില്ല. ഇതിനെന്തെങ്കിലും മാറ്റമുണ്ടാവും എന്ന് കരുതേണ്ടത് ആവശ്യമില്ല. ഇത് ഇങ്ങനെ ഭരിച്ച് നശിച്ച് തകർന്നു പോകും എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ആരും എന്തെങ്കിലും പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകാധിപതികളല്ലേ എനിക്ക് ശേഷം പ്രളയം എന്നൊക്കെ ചിന്തിക്കുന്നത്. ഇവിടെയും ഒരു ഏകാധിപതി ഉയർന്നു വരികയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് അതിനെ നിയന്ത്രിക്കാൻ കഴിയേണ്ടതല്ലേ? അല്ല, ഏകാധിപതികൾ ഉയർന്നു വരാനായിട്ടുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അകത്തുണ്ട് എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ബ്രാഞ്ച്, അത് കഴിഞ്ഞാൽ ഏരിയ കമ്മിറ്റി, അതിക്കുമ്പോൾ ലോക്കൽ കമ്മിറ്റി ഉണ്ട്. ബ്രാഞ്ച്, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, സെക്രട്ടേറിയറ്റ്, പിന്നെ അതിന് ശേഷം കേന്ദ്ര കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ. ഇത്തരത്തിലുള്ള ഒരു ഹൈറാർക്കിയൽ സിസ്റ്റമാണ് അതിൻ്റെ അകത്ത് നിലനിൽക്കുന്നത്. ആ സിസ്റ്റം നിലനിൽക്കുന്ന സമയത്ത് ഉയർന്നു പോകുന്നതായിട്ടുള്ള നേതാവിനെ അവസാനം പകരപ്രതീക്ഷ എന്ന് പറയുന്ന ഒരു സാധ്യത ആ സംവിധാനം കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംസ്ഥാന കമ്മിറ്റിക്ക് വലിയ പ്രാധാന്യമുണ്ട്. കുറേ കഴിയുന്ന സമയത്ത് ആ സംസ്ഥാന കമ്മിറ്റിയുടെ സ്ഥാനം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിനോട്, കുറേ കഴിയുമ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് സെക്രട്ടറിക്കാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും സ്ഥാനം എന്ന് പറയുന്നത് സെക്രട്ടറിയിലേക്ക് ആമക്തമാകും. അതാണ് അതിലൂടെ രൂപപ്പെടുന്നതായിട്ടുള്ള ഏകാധിപത്യ സംവിധാനം എന്ന് പറയുന്നത്. അത് തകർക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമില്ല. പണ്ട് മാവോ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. എന്താണത്? ഈ നമ്മളുടെ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നതായിട്ടുള്ള സംവിധാനത്തെ ബോംബ് ചെയ്ത് തകർത്ത് കളയണം എന്നാണ്. അങ്ങനെ ബോംബ് ചെയ്ത് തകർത്താൽ മാത്രമാണ് ഈ ഏകാധിപത്യ സംവിധാനം രൂപപ്പെടുന്നതായിട്ടുള്ള ആകെയുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് തകർന്നു പോയുള്ളൂ. എങ്കിലേ വീണ്ടും ജനങ്ങളുടെ അടുത്തേക്ക് അധികാരം തിരിച്ചു വരുന്നൊരു സംവിധാനം ഉണ്ടാകും. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ മാത്രമാണ് ഒരു തിരുത്തൽ എന്ന് പറയുന്നത് സാധ്യമായി തീരുന്നത്. അല്ലാത്ത തിരുത്തൽ എന്ന് പറഞ്ഞാൽ ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ്. ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുപ്പിലൂടെയാണ് അതിനുള്ള സന്ദേശങ്ങൾ പോകുന്നത്. ഒരു തിരഞ്ഞെടുപ്പിൽ തോൽക്കുന്നു, എന്തുകൊണ്ട് തോറ്റു, എന്തൊക്കെയാണ് കാരണങ്ങൾ, അത് പരിശോധിക്കുക, അത് തിരുത്തുക, അപ്പോൾ വീണ്ടും വിജയത്തിലേക്ക് കടന്നു വരാനായിട്ട് പറ്റും. അത് ജനാധിപത്യ രീതിയാണ്. ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മരുമോൻ റിയാസും, മുഹമ്മദ് റിയാസ് അങ്ങനെ ന്യായീകരിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവനാരാണ് പാർട്ടിയിൽ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരാൾ മുഖ്യമന്ത്രിയുടെ മരുമകനാണ് എന്നുള്ളതിൻ്റെയും മാത്രം കയറി അഭിപ്രായ പ്രകടനം നടത്തേണ്ട. ഇവൻ സംസാരിക്കേണ്ട കാര്യമില്ല, അതൊക്കെ സെക്രട്ടറി സംസാരിച്ചോളും പാർട്ടിയുടെ, ഇവനാരാണ് എന്ന് ആളുകൾ ചോദിക്കാനായിട്ട് തുടങ്ങും. അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം. എന്തായാലും ഈ ക്രൈസ്തവ സംഘടനകളുടെ കൂട്ടായ്മ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നതോടെ വരും ദിവസങ്ങളിൽ ഈ വിഷയം ചർച്ചയായി കൂടുതൽ പടരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല, ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. അത് ക്രൈസ്തവ സംഘടനകൾ വന്നാലും അല്ലെങ്കിലും പൊതുസമൂഹം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. മാത്രമല്ല, മുഹമ്മദ് റിയാസ് അയാളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അയാൾ ആരാണ് കേരളത്തിൽ ഇത്തരം വർത്തമാനം പറയാനുള്ളത്.